ഹായ് നമസ്കാരം. അപ്പോൾ നമ്മളിതാ അടുത്ത സ്പോട്ടിലേക്ക് പോകട്ടോ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടത് പറഞ്ഞാൽ മറ്റേ വില്ലേജ് ആയിരുന്നു കേട്ടോ. രംഗ എന്ന് പറഞ്ഞ വില്ലേജിൽ നിന്ന് നമ്മൾ തിരിച്ച് ഷില്ലോങ് സൈഡിലേക്ക് പോവാണ്. അപ്പോൾ പോകുന്ന വഴിയിലൊരു മൊണാസ്ട്രി ഉണ്ട് കേട്ടോ. ഞാൻ അത് അങ്ങോട്ടാണ് പോകുന്നത്. പിന്നെ അത്യാവശ്യം നല്ല മഴ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെ ഭയങ്കര ഫേമസ് മൊണാസ്ട്രി എന്നാണ് കേട്ടത്. ലിങ്ടൺ മൊണാസ്ട്രി എന്ന് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. ഒരുപാട് മൂവീസൊക്കെ ഷൂട്ട് ചെയ്ത ഒരു മൊണാസ്ട്രി ആട്ടോ. അത്യാവശ്യം വലിയ വലിപ്പമുള്ളൊരു മൊണാസ്ട്രിയാണ് ഇവിടെ. കാരണം ബുദ്ധിസം കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ഒരു അത്യാവശ്യം വലിപ്പമുള്ള വലിയൊരു മൊണാസ്ട്രിയാണ് കേട്ടോ. ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. തിരിച്ച് രംഗയിൽ നിന്ന് നേരെ അങ്ങോട്ടാണ് പോകുന്നത്. ഇതാ നമുക്ക് മൊണാസ്ട്രിയുടെ എൻട്രി കാണാം. ജസ്റ്റ് ഒരു കാട് പോലെയാണ് കേട്ടോ. കാട് പിടിച്ചൊരു സ്ഥലമാണ്. നമുക്ക് എന്തായാലും അകത്തോട്ട് കയറി നോക്കാം കേട്ടോ. സോ നമ്മളുള്ളത് ലിങ്ടൺ എന്ന് പറഞ്ഞൊരു മൊണാസ്ട്രിയിലാട്ടോ. നമ്മളിപ്പം ഇവിടെ റുംതക്കിലേക്ക് പോകുന്ന വഴിക്ക് കണ്ടതാണ്. ജസ്റ്റ് ഒന്ന് കയറിയെന്നേ ഉള്ളൂ. ഒരു അത്യാവശ്യം വലിയ മൊണാസ്ട്രിയാണ്. നമ്മളിവിടെ വണ്ടി അവിടെ വെച്ചിട്ടുണ്ട്. അകത്തോട്ടെല്ലാം ഒന്ന് കയറി നോക്കാം കേട്ടോ. ബാക്കി എല്ലാ മൊണാസ്ട്രീസിലും കാണുന്ന പോലെ ഒരുപാട് പ്രയർ വീൽസ് ഉണ്ട് ഇവിടെ. പ്രയർ വീൽസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങ് വരെ ഉണ്ട് കേട്ടോ. 10 പോലെയുണ്ട്. പിന്നെ ഇതൊരു അത്യാവശ്യം വലിപ്പമുള്ള വലിയൊരു മൊണാസ്ട്രി കേട്ടോ. നല്ലൊരു ഏരിയ ഉണ്ട് കാണാൻ. അകത്തോട്ട് മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അങ്ങ് വരെ ഉണ്ട്. ഇത് നമ്മൾ യോധ സിനിമയെല്ലാം പറഞ്ഞിട്ടില്ലേ, റിംപോച്ചെ, ആ റിംപോച്ചെ ആട്ടോ ഇത്. റിംപോച്ചെ റെസിഡൻസ്, അതായത് ഇവരെ തലവൻ, അവരെ റെസിഡൻസാണ് കാണുന്നത്. ഇവിടെയാണ് നമ്മുടെ മെയിനായിട്ടുള്ള മൊണാസ്ട്രീൻ്റെ സെറ്റപ്പ് ഉള്ളത്. അപ്പോൾ നമുക്ക് കൊണ്ട് കയറി നോക്കട്ടോ. അത്യാവശ്യം നല്ല വീതിയിൽ തന്നെയാണ് ബിൽഡിങ്ങെല്ലാം ഉള്ളത് കേട്ടോ. ഇതിൽ നമുക്ക് എൻട്രൻസ്. ബാക്കിയുള്ളതൊക്കെ അത്യാവശ്യം വലിപ്പമുണ്ട്. അകത്തെത്തിയാൽ ഇതുപോലെ പിന്നെയും ഫുൾ മൊണാസ്ട്രിയുടെ ബിൽഡിങ്ങുകളാണ്. ഈ മൊണാസ്ട്രികളുടെ അകത്തെ കാഴ്ചകൾ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അതിപ്പോൾ ഒരുവിധം എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെയാണ്. അവിടെ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒന്നും അലൗഡ് അല്ല കേട്ടോ. ബാക്കിയുള്ള പുറത്തെ കാഴ്ചകൾ മാത്രം നമുക്ക് കാണിക്കാൻ പറ്റൂ. അപ്പോൾ അകത്തെ കാഴ്ചകൾ കാണുന്നില്ലവർ എന്തായാലും നേരിട്ടൊന്ന് കാണുക കേട്ടോ. കാരണം നല്ലൊരു ഭംഗിയാണ്. അവർ അത്ര നീറ്റായിട്ടാണ് അത് മെയിൻറ്റെയിൻ ചെയ്യുക. അവിടെ എന്താ പറയുക, നമുക്ക് ഭയങ്കരമായിട്ടൊരു സ്പിരിച്വൽ ടച്ച് വരും കേട്ടോ. അത്ര സൈലൻ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. അടിപൊളിയായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് സന്ദർശിച്ച് അടിപൊളിയായിരിക്കും കേട്ടോ. ഇത് ഓരോ മൊണാസ്ട്രിയിലും ചെറിയ ചെറിയ മാറ്റങ്ങളേ ഉണ്ടാവുള്ളൂ. അവർക്ക് പ്രെയർ ചെയ്യാനുള്ള കുറേ സ്ഥലങ്ങൾ, ഏരിയാസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നല്ല ഭംഗിയാണ് കാണാൻ. പ്രയർ വീൽസ് ഇതാ ഇവിടെ തുടങ്ങിയിട്ട് ഇങ്ങനെ അങ്ങ് വരെ ഉണ്ട് കേട്ടോ. താഴെ വരെ ഉണ്ട്. അതിപ്പോൾ എല്ലാ മൊണാസ്ട്രിയിലും ഉണ്ടാകുന്നതാണ് ഇങ്ങനത്തെ സംഭവങ്ങൾ. നല്ല വീട്ടിൽ തന്നെ ഒരു സ്പോട്ടിലാണ് ഉള്ളത്. ഒരു കാടാണ്. കാടിൻ്റെ ഉള്ളിൽ കുറച്ചെങ്കിൽ കയറി വരാനുണ്ട്. എന്നാലും കൊള്ളാം കേട്ടോ. മൊണാസ്ട്രീസ് എല്ലാം ഒരുപോലെ എന്താ പറയുക, കാണാനുള്ള ഒരുപോലെ ഇരിക്കുന്നൊക്കെ എല്ലാവരും പറയെങ്കിലും ഏകദേശം കാണാനുള്ള ഈ സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ ഒരുപോലെ ആയിരിക്കും. പക്ഷേ ഒരു രസമാണ് കേട്ടോ വന്ന് കാണാൻ. എത്ര മൊണാസ്ട്രീസ് ഉണ്ട് സിക്കിമിൽ എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ. എനിക്ക് വന്ന് 10-200 മുകളിലുണ്ടാവും മൊണാസ്ട്രീസ്. അതുപോലെ മൊണാസ്ട്രീസ് ഉണ്ട്. ഇവിടെ മുന്നിലൊരു ഷോപ്പിൽ നമുക്ക് ഇവിടെ കോസ്റ്റ്യൂം കാര്യങ്ങളൊക്കെ, ഇവിടെ ട്രഡീഷണൽ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ റെൻറ്റിനെല്ലാം കിട്ടും കേട്ടോ, ഫോട്ടോയിൽ എടുക്കണമെങ്കിൽ. അപ്പോൾ മെയിനായിട്ട് ഗേൾസൊക്കെ ഇതൊക്കെയാണ് പരിപാടി വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അതിനുള്ള ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കുറച്ച് കഫേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരു ചെറിയൊരു സെറ്റപ്പാണ്. എന്തായാലും കൊള്ളാം, ഭയങ്കര നീറ്റാണ്. ഷോപ്പിലെ ആൾക്കാരായിട്ട് നമ്മൾ കുറേ സമയം സംസാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ വന്ന് കാര്യങ്ങളൊക്കെ യാത്രാവിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും അതൊക്കെ കഴിഞ്ഞിട്ടതാ നമ്മൾ മൊണാസ്ട്രിയിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഇനി അടുത്ത കുറച്ച് സ്ഥലം കൂടി ഉണ്ട്. നമുക്ക് റുംടക്ക് പോലെയുള്ള കുറച്ച് സ്ഥലങ്ങളും കൂടെ എക്സ്പ്ലോർ ചെയ്യാനുണ്ട് അടുത്ത്. അപ്പോൾ അതുകൂടെ എക്സ്പ്ലോർ ചെയ്തിട്ടാണ് പോകാൻ. അങ്ങനെ ഇന്നത്തെ ഫുഡാണ് കേട്ടോ. ഓംലെറ്റ്, ചോറ്, ഉണക്കമീൻ കറി, ഇതെല്ലാമാണ് ഇന്നത്തെ ഫുഡ്. നല്ല മഴ പുറത്ത്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചതാ നമ്മൾ റുംടക്കിലേക്കാണ് പോകുന്നത് കേട്ടോ. അടുത്ത ഒരു വില്ലേജ് തന്നെയാണ്. അപ്പോൾ ഇനി റുംടക്കിലെ ഒരു പ്രധാനപ്പെട്ട മൊണാസ്ട്രി കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. അതും അവിടുത്തെ കാഴ്ചകളൊക്കെ ആയിരിക്കും കേട്ടോ അടുത്ത വീഡിയോസിൽ.
അപ്പോൾ അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് റുംഡക്കിലെ കാഴ്ചകളൊക്കെ ആയിട്ട് കാണാം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ ഗാങ്ടോക്കിലേക്ക് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.